എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ബാക്കി കുറച്ച് ക്ലീനും കാര്യങ്ങളും അതുണ്ടേനും, പിന്നെ ഇന്നത്തെ മഴ വിശേഷങ്ങളും എന്തൊക്കെയാ ദുരിതങ്ങൾ സംഭവിച്ചത് നമ്മളെ നാട്ടിലെല്ലാം മൊത്തം പ്രശ്നങ്ങൾ തന്നെയെല്ലാം ഒലിച്ചു പോയിക്ക്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഫോണിൽ വാട്സപ്പ് ഒന്നും നോക്കാനാകുന്നില്ല. അങ്ങനെ മൊത്തം ഒലിച്ചു പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഒരു പെട്ടി വിട്ട് അതിന് കറിയൊന്നും ഉണ്ടാക്കിക്കൊന്നുമില്ല. കറിയൊന്നും ഉണ്ടാക്കേണ്ട ഒരു മാനസികാവസ്ഥയിലൊന്നല്ല ഉള്ളത്. എല്ലാം ഒലിച്ചു പോകുന്ന ഓരോരുത്തർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി താമസിപ്പിക്കുന്നില്ല, മാറ്റി ഓരോരുത്തരിലേക്ക് കൊണ്ടുവന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഒരു വലല്ലാലിമലത്തിരി കൊലയുണ്ടായിരുന്നു. അതിമന്ത് രണ്ടുമൂന്ന് പഴം ഇരിഞ്ഞ് എനിക്ക് വേണ്ടി പിട്ടങ്ങനെ. ഞാൻ പൊതുവേ പിട്ടിന് ഞാൻ അങ്ങനെ കറി കൂട്ടയില്ല. ഞാൻ പഞ്ചസാരയും പഴവും നല്ല പാലും അറിഞ്ഞ് ചായ ഉണ്ട് അതെല്ലാം ഒഴിച്ചിട്ടാണ് ഞാൻ പിട്ട് തിന്നുക. എനിക്ക് പിട്ടങ്ങനെ ഒന്നാണ് ഇഷ്ടം. പിന്നെ ഓനിക്ക് കറി ഉണ്ടാക്കണേനും പക്ഷെ ഓനിക്ക് ഞാൻ ഇന്നലത്തെ കറിയെല്ലാം വെച്ച് ഒപ്പിച്ച് ഞാൻ പറഞ്ഞു ഇന്ന് കറിയൊന്നും വേണ്ട, എല്ലാവരും എന്താ ആവാൻ നോക്കുക. അങ്ങനെ പിട്ടും ചായയെല്ലാം കുടിച്ചിട്ട് കറണ്ടും ഇല്ല വെള്ളവും ഇല്ല. മെയിനായിട്ട് അതാ കറിയൊന്നും ഉണ്ടാക്കാത്ത. കറണ്ട് വിഷയമല്ല, പക്ഷേ എങ്കിൽ വെള്ളമില്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കിണറും ഇല്ല. കോരി കൊണ്ടുവരണമെങ്കിൽ തറവാട്ട് പോകേണ്ട ഒന്നും ഒരു സൗകര്യവും ഇല്ല പണിക്കാറായതുകൊണ്ട്. അപ്പോൾ കുറേ സ്റ്റൂളും കസേരയെല്ലാം ഉണ്ടായിരുന്നു തേച്ച് പോവാൻ. അപ്പോൾ ഞാൻ വിചാരിച്ച് അതെല്ലാം ഒന്ന് തേച്ച് നോക്കട്ടെ. ഇന്ന് പണിക്കാറൊന്നും ഇല്ലല്ലോ. രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിചാരിച്ചിക്ക് മഴ സൗണ്ട് കേൾക്കുന്നുണ്ട്, പണിക്കാറൊന്നുമില്ല, ഇന്ന് കുറേ സമയം കിടക്കാമെന്നല്ലോ. പിന്നെ ഫോണെടുത്ത് നോക്കുമ്പോൾ കിടക്കുകയും പോയിട്ട് ഇരിക്കാൻ തന്നെ പറ്റുന്നില്ല. ടെൻഷനായിട്ട് പഠിച്ചോനെ എന്തെല്ലാം ഇപ്പോൾ സംഭവിക്കുക. എല്ലാവരും ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് കൊണ്ടുവന്ന പാറക്കടവ് പോയ മറ്റേ കമ്പിപ്പാലം അങ്ങനെ തന്നെ ഒലിച്ചു പോയി. പാറക്കടവ് പാലം ആകെ അപകടത്തിലാണ്. പിന്നെ ശംസുലുലമ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് പറയാനൊന്നുമില്ല. മൊത്തത്തിൽ തന്നെ നല്ലോണം ബാധിച്ചിക്ക്. അപ്പം ഞാൻ വിചാരിച്ച് ഇടയിൽ നല്ല ഉറവെള്ളമുണ്ട്, അതെടുത്തുകൊണ്ട് പോയിട്ട് സ്റ്റൂളും കസേരയെല്ലാം തേച്ച് വെക്കട്ടെ. കറണ്ട് വന്നാൽ ജസ്റ്റ് അതിൻ്റെ മേലെ കൂടെ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാ ഞാനങ്ങനെ വെള്ളം മുക്കാൻ പോരാം. നമ്മളെ പോരൻ്റെ അടുത്തുള്ള മേപ്പാടിയിൽ നിന്ന് മംഗലം കഴിച്ചാൽ പോൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്ന എൻ്റെ ഭാര്യ വീട്ടിലെല്ലാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നല്ലോ. ഓൻ പറഞ്ഞിങ്ങനെ അവളെ പോരൻ്റെ അടുത്തൊന്നും പ്രശ്നമൊന്നുമില്ല, എല്ലാവരും സേഫാണ്. അവിടെ വേറെ ഏതെല്ലോ സ്ഥലത്തല്ല പ്രശ്നങ്ങൾ. അങ്ങനെ ഞാനിതാ കസേരയും സ്റ്റൂളും എല്ലാം മഴവെള്ളം ബൈക്കെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം തേച്ച് തന്നുണ്ട്. ഇത് ഇന്നും കൂടി അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മടി പിടിച്ചു. തേക്കാലോ എന്ന് വിചാരിക്കും. അപ്പം പിന്നെ അത്രയാ കൂട്ടാക്കും. ഈ ഇടയിലെ വെള്ളം ഒരിക്കലും ഞാൻ എടുത്തു കൊണ്ടുവരുമ്പോഴത്തേക്ക് പിന്നെയും മഴ പെയ്തിട്ട് നല്ലോണം കലങ്ങിക്കിട്ടാ. ഇത് നല്ലോണം ഒലിച്ചു പോവും. നല്ലൊരു കൈത്തോട് പോലെയാണ്. നമ്മൾ മഴ സമയത്ത് കൈകൾ കൂട്ടും ചവിട്ടല് ഇവിടുന്ന് തിരുമ്പലുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ നമ്മളെ പുരേൻ്റെ മുറ്റത്തുനിന്ന് ചരളൊലിച്ച് പോയിട്ട് അവിടെ ഇങ്ങനെ കെട്ടി വന്നിട്ടാണ് വെള്ളത്തിന് സ്പീഡ് കുറവും വെള്ളം ഇങ്ങനെ കൂടുതലായിട്ട് കാണിക്കുകയും ചെയ്യാത്ത. പിന്നെ അതെല്ലാം കോരി എടുത്തിട്ട് ഈ സ്റ്റെപ്പിൻ്റെ അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റെപ്പ് അങ്ങനെ വൃത്തിയേടാവില്ല. അങ്ങനെയെല്ലാം കുറേ പ്ലാനിങ് എല്ലാം ഉണ്ടേനു. പക്ഷേങ്കിൽ എല്ലാം ഒന്നും ഇന്ന് നടന്നില്ല. അങ്ങനെ ഞാൻ സ്റ്റൂളെല്ലാം ഇങ്ങനെ തേച്ച് ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മയായിട്ട് ഇങ്ങനെ കുറേ വർത്താനെല്ലാം പറഞ്ഞ്. പിന്നെ ആങ്ങളുടെ മക്കൾ തോട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് വരുന്നത്. ഇന്നൊരു 3 വയസ്സുള്ള കുട്ടി തോട്ടിൽ വീണ് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. തോട്ടിലെ വെള്ളം കുട്ടി കണ്ടിക്കേനും രാവിലെ. പിന്നെ ഉപ്പ 2-3 പ്രാവശ്യം പുരയിലേക്ക് ആക്കിയിക്കെന്ന് പറഞ്ഞ്. പിന്നെ വെള്ളം കണ്ടതല്ലേ, അങ്ങനെ പോയി പാവം മരിച്ച്. കാറ്റാണെങ്കിൽ ഭയങ്കര കാറ്റ്, നമ്മളെ തെറിപ്പിച്ചളന്നിട്ടാത്ത കാറ്റും ഉണ്ട്. എല്ലാം കൂടി ബേജാറാന്ന്. കുന്നും ഉണ്ട്, കുന്നുമാണോന്നൊന്നുമില്ലല്ലോ നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ. അപ്പം പിന്നെ ഞാൻ കലങ്ങിയ വെള്ളമൊന്നും നോക്കിക്കില്ല. പിന്നെ ഞാനിങ്ങനെ ഇടയിൽ പോയിട്ട് മുക്കിക്കൊണ്ടുവന്ന്
ഞാൻ വിചാരിച്ചു ഞാൻ ഈ തുടങ്ങിയ പണി അങ്ങ് തീർത്തോളട്ടെ, അല്ലെങ്കിൽ പിന്നെ അതാടെ ഇടും. എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ കറണ്ട് വരുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറ്റി എല്ലാം മര്യാദയ്ക്ക് വെക്കാമല്ലോ. അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഒത്താ ഞാൻ അതിലിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഓലെല്ലാം ആടുന്ന് മാറ്റിക്ക്, അതിൻ്റെ അങ്ങേപ്പുറം മാറ്റിക്ക്, പാറക്കടവ് പാലം ഇനി ഒന്നും പോകാൻ പറ്റുന്നില്ല, മൊത്തം കയറിട്ട് കെട്ടിക്ക്, അങ്ങനെ ഇങ്ങനെയാണെന്നാലും പാറക്കടവ് പാലം പോകാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാം കുടുങ്ങി. കാരണം ഒരുപാട് സ്ഥലത്തുനിന്ന് വന്ന് മുട്ടിക്കുന്നൊരു പാലം അത്. അങ്ങനെ പിന്നെ ഉമ്മ കുറേ കിസ്സെല്ലാം പറഞ്ഞു. ഉമ്മ പറഞ്ഞു ഞാനിങ്ങ് പോന്നാന്ന് പറഞ്ഞു. മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഉമ്മ പോയി. പിന്നെ ആങ്ങളുടെ മോൻ വന്ന് എനിക്ക് കുടയെല്ലാം ചൂടി തന്ന്. ഞാൻ പിന്നെ ഇങ്ങനെ വെള്ളമെല്ലാം മുക്കി സ്റ്റെപ്പെല്ലാം അങ്ങനെ മണ്ണിൻ്റെ കൊട്ടിയായിക്ക്. അന്ന് തേച്ച് പോകുമ്പോൾ ആദ്യം സ്റ്റെപ്പ് തേച്ച് വേണം, അങ്ങനെ ആയിക്കുണ്ട് സ്റ്റെപ്പെല്ലാം. ഞാൻ സ്പീഡിൽ നോക്കുന്നുണ്ട്, ഇതെല്ലാം ആക്കിയിട്ട് വേണം ചോറുണ്ടാക്കുക. പിന്നെ ഇതാ ആങ്ങളുടെ മക്കളെല്ലാം വന്ന് ഒരു വെള്ളത്തിൽ നിന്ന് കളിക്കുന്നുണ്ട്. ആങ്ങളുടെ ഓളാറെല്ലാം വന്ന് പിന്നെ ഒരു 11:30 തൊട്ടിട്ട് ഒരു 1:30 മണി വരെ നമ്മളിതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്ത് എന്താ അവസ്ഥ, ഇനിയിപ്പം എന്നാ ചെയ്യുക, എല്ലാവരും ഇങ്ങനെ മാറ്റുന്ന. അനിയത്തീൻ്റെ ഉമ്മാനെ അങ്ങേപ്പുറം മാറ്റിക്ക്, മറ്റേ എൻ്റെ മാപ്പിളിൻ്റെ പെങ്ങള റൂമിലേക്ക് വെള്ളം ഇതെല്ലോ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ വെറുതെ ഒന്ന് കിണറിയാൻ നോക്കുമ്പോൾ വേറുള്ള അവസ്ഥ ഇത്. കിണർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അളവ് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പഞ്ചായത്ത് കിണറിൻ്റെ പറയേണ്ടിയില്ലല്ലോ, അതുപോലത്തെ ഒരു കിണറായത്. അടുത്ത് നിന്ന് വീഡിയോ എടുക്കുവാൻ തന്നെ പേടിയാണ്. അപ്പോൾ നമ്മൾ വെറുതെ താഴെപ്പുരയിൽ നമ്മളെ പുരൻ്റെ താഴെ ഒരു വയലുണ്ട്, പുരൻ്റെ താഴെ മൊത്തം വയലാണ്. അപ്പോൾ ഒരു പുരയിൽ ചെന്ന് നോക്കി അടുത്ത അവസ്ഥ എന്താണ്. അവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിക്കില്ല, കൂടിയൊന്നും വീണൊന്നും പോയിക്കില്ല. അവർ ഭക്ഷണമെല്ലാം അടുപ്പത്ത് ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം ആടെ വയലെല്ലാം നിന്ന് അങ്ങോട്ട് തോട്ടിൻ്റെ ആ ഭാഗത്തേ പോയിക്കില്ല. പിന്നെ കുറച്ച് വയലും അവിടെ ഇവിടെ എല്ലാം പോയി നിന്നതാ. ഇവിടുന്ന് കാണുന്നതാ നമ്മളെ പുര. അപ്പോൾ അത്രയും അടുത്തായിട്ടാണ് വെള്ളവും നമ്മളെ പുരയുള്ളത്. ഏത് നേരവും കിണറെല്ലാം നിറഞ്ഞിട്ട് പുരയിലേക്ക് വെള്ളം കയറാം. ഞാൻ ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്തതും 12 മണിക്കാണ്. ഇന്നും ഇപ്പം 12 മണി ആവാനായി. അത് 2 GB എല്ലാം ആവുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ രാത്രി 12 മണിയായി പോകുന്നത്. പിന്നെ അതിൻ്റെ മുന്നേ എടുക്കാനൊന്നും പറ്റുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാനിതാ വന്ന് ചോറും കറിയെല്ലാം ഉണ്ടാക്കി വെച്ച് പിന്നെ കിണറ്റിൽ മേലെ പോയി കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിച്ച് നിസ്കരിച്ച് എമർജൻസിയും കത്തിച്ച് ചോറ്. ഇതൊന്നും ഒരിക്കലും ഒഴിവായിക്കളാം. അതെല്ലാം ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു സാധനം. എന്ത് സൗകര്യം നമുക്ക് വന്നാലും വിളക്ക്, മണ്ണെണ്ണ, എമർജൻസി, പാളയും കയറും എല്ലാം വെക്കണം. ചോറെല്ലാം കഴിഞ്ഞ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് മോനോട് ഞാൻ പറഞ്ഞ് കുറേ ചരൽ വാരിയിട്ട് സ്റ്റെപ്പിൻ്റെ അവിടെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നതിന്. അവനങ്ങനെ തന്നെ അതെല്ലാം കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് താർപ്പായി കെട്ടേണ്ട പരിപാടി. താർപ്പായി കെട്ടിയാൽ കുറച്ചും കൂടി ഒരു ആക്കുണ്ടാവും, ചളിയാവല്ലോ. അങ്ങനെ ഓന് കോണിയെല്ലാം വെച്ച് താർപ്പായ കെട്ടി ഞാൻ സ്റ്റെപ്പ് തേച്ചു. പിന്നെ അങ്ങനത്തെ പരിപാടിയെല്ലാം ഞാനും നോക്കി. അങ്ങനെ ഇതാ നമ്മളെ സ്റ്റെപ്പെല്ലാം തേച്ച് എല്ലാം നല്ല കണ്ടീഷനാക്കി. ഇപ്പം തൽക്കാലം നല്ല വൃത്തിയുണ്ട്. ഇനിയിപ്പോൾ എന്താവുക എന്നറിയില്ല. താർപ്പായി ഇങ്ങ് പോയിരുന്നെങ്കിൽ എല്ലാം പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. പിന്നെ വേറൊരു കാര്യം, ഇന്നത്തെ ദുരന്തങ്ങളൊന്നും ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയില്ല. ഒരു ചെറിയൊരു ക്ലിപ്പാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത് പിന്നെയും എടുത്ത് കാണുന്നത് അത്ര നല്ലൊരു കാര്യമല്ലല്ലോ.
ഇത് പാറക്കടവ് പാലം പൊട്ടി വീണ്. കമ്പിപ്പാലം.